തയ്യാറാക്കാൻ പോകുന്നത് എല്ലുകറിയാണ്. നമ്മൾ പോത്തിൻ്റെ എല്ല് 1 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 കിലോ എന്താ പറയുന്നത് മാംസം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1.5 കിലോയോളം ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ കുക്കറിലോട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. ഞാൻ കുറച്ച് കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം ഇതിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട്. അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഇനി ഇതൊരു 7 വിസിലടിക്കണം. ഞാനൊരു 7 വിസിലടിച്ച് എടുത്തു നോക്കാം. എല്ലാം ആയതുകൊണ്ട് ചില പോത്തിനാണെങ്കിൽ നമുക്ക് 8-9 അടിക്കണം. മൂത്താണെങ്കിൽ ഇത് പക്ഷേ എനിക്ക് കുറച്ച് എളുപ്പമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാനൊരു 7 വിസിലടിപ്പിച്ചുകൊണ്ട് വരാൻ പോവാം. അടുപ്പ് തീ കത്തിച്ചിട്ടുണ്ട്. ഒരു ഉരുളി എടുത്ത് അടുപ്പിലിട്ട് വെക്കാൻ പോവാണ്. ഫുള്ള് കരിയാവും ഈ വെളിയിൽ പാചകം ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് 1/2 കിലോ കൊച്ചുള്ളിയാണ്. അത് നന്നായിട്ട് അരക്കല വെച്ച് ചതച്ചെടുത്തതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ആദ്യമേ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി കൂടി ഇട്ട് കൊടുക്കാൻ പോകണം. ഉള്ളി വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കറിയിലേക്ക് ഇടാനുള്ള തേങ്ങ നമുക്ക് പീസാക്കി വെക്കാം. എല്ലുകറിയുടെ മെയിൻ രുചി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇടുന്ന തേങ്ങാക്കൊത്താണല്ലോ. തേങ്ങാക്കൊത്ത് നമുക്ക് എല്ലാം കട്ട് ചെയ്ത് വെക്കാം. സ്വല്പം നീളത്തിൽ തന്നെ കട്ട് ചെയ്യുക. ചുമന്നുള്ളിയൊക്കെ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റാൻ പോകുന്നതാണ്. മുഴുവനും എടുക്കുന്നില്ല, ഏകദേശം 3/4 ഭാഗം ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റാൻ പോകണം. ഇനി അതിലേക്ക് 2 ടൊമാറ്റോ കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഒരു 10-20 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ നേർപകുതി കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
ഞാനിതിലേക്ക് ഒരു 2.5 സ്പൂൺ മുളക് പൊടി കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഞാൻ അതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കരിഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഞാൻ വാങ്ങി വെക്കാൻ പോകണം. ഇത് അരയ്ക്കുന്നതിന് മുന്നേ ഞാനതിലേക്ക് കുറച്ച് ഗരം മസാല, അതായത് കറുകപ്പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടാണ് അരയ്ക്കാൻ കൊണ്ടുവന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് അരകല്ലേ വെച്ച് നന്നായിട്ടൊന്ന് അരച്ചൊല്ലിടാം. പോത്ത് നന്നായി വേവിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 7 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് കറി വെക്കാൻ തുടങ്ങാം. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടി, കാരണം നല്ലതായിട്ട് ഉള്ളിൽ ചൂടായിരിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു. അതിലേക്ക് തന്നെ ഞാൻ ഒരു 2 സവാള കൂടി അരിഞ്ഞിട്ട് കൊടുക്കാൻ പോവാണ്. തേങ്ങാക്കൊത്താണ്. തേങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തേക്കാൻ പോകണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. തേങ്ങയൊക്കെ ചുമന്ന് വരുന്നുണ്ട് ഏകദേശം. ഇനി അതിലേക്ക് ഒരു 3 പച്ചമുളക് കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ചെറുള്ളിയാണ്. അരച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന അരപ്പൊടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അരപ്പം തിളച്ച് വന്നിട്ടുണ്ട്.
ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോത്ത് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പോത്തല്ല, എല്ലാം. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. കാരണം എല്ലാം കറിയായിട്ടാണല്ലോ നമ്മൾ വെക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ആവശ്യമുണ്ട്. അപ്പം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിവിടെ കിടന്ന് വെന്ത് ചാറൊക്കെ ഒന്ന് ഉറുകി വരട്ടെ. എല്ലുകറി നന്നായി പറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ചാറോട് കൂടി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഏറ്റവും ലാസ്റ്റിൽ വാങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ചതച്ച കുരുമുളകിൻ്റെ പൊടി കൂടി ഇട്ട് അതിലേക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം കൂട്ടിയിളങ്ങി ഒന്ന് വാങ്ങി വെക്കുകയാണ്. ഇനി കൂട്ടി ഇളക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഉപ്പൊന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ആവശ്യത്തിന് കുറച്ച് ഇട്ട് കൊടുക്കണം. മാറി